ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ പരീക്ഷാകാലമാണ്. ഇംഗ്ലീഷിൻ്റെ 2 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. വരും ഒരു ക്വസ്റ്റ്യൻ. ദ ജർമ്മൻ ഓഫീസർ, ഇത് SSLC കുട്ടികൾക്ക് ആവശ്യമായ ഒരു ക്വസ്റ്റ്യനാണ്. ദ ജർമ്മൻ ഓഫീസർ ഹെൽപ് ദ സ്കിൽമാൻ സർവൈവ് എന്നാണ്. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് തന്നിരിക്കുന്നു, begin with the spillman was dash. ഇത് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് എങ്ങനെ സ്പിൽമാൻ എന്ന് പറയുന്ന ഈ ടേം, ഈ വേർഡ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ എവിടെ കിടക്കുന്നു എന്ന് കാണുക. ഇവിടെ വെർബ് ഹെൽപ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ഒരു വേർഡാണ് സ്പിൽമാൻ. അത് ഈ സെന്റൻസിലെ ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഓബ്ജക്റ്റിൽ തുടങ്ങി തന്നിരിക്കുന്നു. ഓബ്ജക്റ്റിൽ തുടങ്ങി തന്നിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത് പാസീവ് വോയിസിൽ എഴുതുക എന്നാണ് ചോദ്യകർത്താവ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ അതേ പാസീവ് വോയിസിൽ ആൻസർ ചെയ്യുക. എങ്ങനെയെന്ന് നോക്കാം. സ്പിൽമാൻ 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 വാസ് എന്നവർ തന്നിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടത് എങ്ങനെ വന്നു എന്ന് പറയാം. വാസ്, ഈ വാസ് എന്ന് പറയുന്നത് ബിയുടെ ഒരു ഫോമാണ്. ബി, നിങ്ങൾ ബിയുടെ വെർബുകൾ കേട്ടിട്ടുണ്ട്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ബീയിങ് എന്നാണ്. അതിൽ ആം, ഈസ്, ആർ എന്നത് ബിയുടെ പ്രസന്റ് രൂപങ്ങളാണ്. അതിൽ വാസ്, വെയർ എന്ന് പറയുന്നത് ബിയുടെ പാസ്റ്റ് രൂപങ്ങളാണ്. ഇവിടെ എന്തുകൊണ്ടാണ് വാസ് ബിയുടെ പാസ്റ്റ് രൂപം ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടത്തെ വെർബ് ഹെൽപ് എന്നതാണ് വെർബ്. ഈ ഹെൽപ് എന്ന് പറയുന്ന വെർബ് എന്തായതുകൊണ്ട് പാസ്റ്റ് രൂപമായതുകൊണ്ട് വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ബിയുടെ പാസ്റ്റ് രൂപം ഉപയോഗിക്കണം. അത് വാസ് അല്ലെങ്കിൽ വേറെ വരണം. ഇവിടെ വാസ് എന്ന ചോദ്യകർത്താവ് തന്നിരിക്കുന്നു. അതിന് കാരണം സ്പിൽമാൻ എന്ന് പറയുന്ന ഈ ചോദ്യത്തിലെ ഓബ്ജക്റ്റ് നമ്മൾ ആൻസർ എഴുതിയപ്പോൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നു. ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിനാൽ വാസ് എന്ന സിംഗുലർ വെർബ് അവിടെ ഉപയോഗിക്കേണ്ടി വന്നു. കാരണം ഒന്ന് ഇവിടുത്തെ വെർബ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടും, 2 സ്പിൽമാൻ എന്ന് പറയുന്ന ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് സിംഗുലർ ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്പിൽമാൻ വാസ്. ഇനി അടുത്ത തന്നിരിക്കുന്ന ചോദ്യത്തിലെ വെർബിന്റെ 3ാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഹെൽപ്പ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഈ വെർബിന്റെ 1ാമത്തെ രൂപം പ്രസന്റ്, അതിന്റെ പാസ്റ്റ് രൂപം 2ാമത്തെ രൂപം ഹെൽപ് എന്നാണ്. ഇവിടെ ഉപയോഗിക്കേണ്ട വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് 3rd ഫോമാണ്. അപ്പോൾ ഹെൽപ്ഡ് എന്ന് തന്നെയാണ് 3ാമത്തെ രൂപം. ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ് എന്നാണ്. അപ്പോൾ സ്പിൽമാൻ വാസ് ഹെൽപ്ഡ്. സ്പിൽമാൻ എന്തിനാണ് സഹായിച്ചത്? അല്ല, സ്പിൽമാനെ സഹായിക്കപ്പെട്ടു. എന്തിനേക്ക് വേണ്ടിയാ? സർവൈവ്. നമ്മൾ ടു എന്നതുകൂടി ആഡ് ചെയ്യുക. ടു സർവൈവ്, ടു സർവൈവ്. ഇനി ഇവിടെ എന്താ ഉള്ളത്? ദ ജർമ്മൻ ഓഫീസർ. അതെന്താ? തന്നിരിക്കുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. അത് ഓബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ബൈ ഏജന്റ് ഉപയോഗിക്കുക. നോക്കൂ, അപ്പോൾ എങ്ങനെ എഴുതുന്നു? സർവൈവ്, ടു സർവൈവ് ബൈ ദ ജർമ്മൻ, by the German officer. ജർമ്മൻ ഓഫീസർ. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ എഴുതാനാണ് ചോദ്യകർത്താവ് പ്രതീക്ഷിച്ചത്. നമ്മൾ ചോദ്യകർത്താവ് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ആൻസർ കൊടുക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം. എന്നതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് രേഖപ്പെടുത്തുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സിന് വിട പറയുന്നു. ബൈ.